اللهم إنك تأخذ الروح من بين العصب والقصب والأنامل اللهم فعني على محمد سكرات الموت അല്ലാഹുവേ വിരലുകളുടെ തുമ്പുകളിൽ നിന്നും മജ്ജയുള്ള മാംസത്തിന്റെ ഇടയിൽ നിന്നും ഓരോ നാഡീഞരമ്പുകളിൽ നിന്നുമല്ലയോ നീ റൂഹ് പിടിക്കുന്നത് റബ്ബേ അല്ലാഹുമ്മ ഫഅഇന്നി അലാ മുഹമ്മദിൻ സക്കറാത്തിൽ മൗത്ത് ഈ മുഹമ്മദിന്റെ മേൽ സക്കറാത്ത് ഹാലി എളുപ്പമാക്കേണമേ വേഗതയോടെ ഈ സക്കറാത്ത് ഹാലിനെ നീ ലഘൂകരിച്ചു തരണമേ എന്ന് ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ആ സഹിക്കവയ്യാതെ അസഹ്യമായ വേദന കൊണ്ട് ബഹുമാനപ്പെട്ട നബി തങ്ങൾ ദുആ ചെയ്തുവെങ്കിൽ സഹോദരി ദുനിയാവിന്റെ പിറകെ നെട്ടോട്ടം ഓടുന്നവരെ കളിയും ചിരിയും മാത്രമായി തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയവരെ അല്ലാഹുവിന്റെ പുണ്യമായ ബാങ്ക് നിങ്ങളുടെ ശ്രവണപുടത്തിലൂടെ കേൾക്കുമ്പോ അതെല്ലാം നിങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് കേവലം ഭൗതികതയുടെയും പാശ്ചാത്യ സംസ്കാരത്തിന്റെയും പിന്നാലെ പോകുന്നവരെ ഓർത്തുകൊള്ളുക ഒരു ദിവസം നിന്നെ തേടി മലക്കുൽ മൗത്ത് എത്തുമടോ ആ മലക്കുൽ മൗത്ത് എത്തുമ്പോൾ നിന്റെ റൂഹിനെ പിടിച്ചുകൊണ്ട് തൊണ്ടക്കുഴിയിൽ വരെ എത്തുമ്പോ നീ പറയുന്ന വാക്കാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ അവതരിപ്പിക്കുന്നത് വഖീല മൻ وظن أنه الفراق والتفت الساق بالساق കണങ്കാല് തമ്മിൽ കൂടി പിണയുമ്പോൾ സഹിക്കവയ്യാത്ത വേദന കൊണ്ട് ഒരു കാലിനോട് ചേർത്ത് തിരുമ്മുമ്പോൾ അവൻ ഇടങ്ങേറിലായിക്കൊണ്ട് അടുത്തിരിക്കുന്നവരോട് പറയും ഒന്ന് ഓതിത്തരുമോ അവൻ മനസ്സിലാക്കി ഞാൻ ഇപ്പോൾ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോവുകയാണ് ഉടനെ മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് പറയും ഔലാ ലക ഫഔലാ ثم ഔലാ ലക ഫഔലാ നിനക്ക് ഏറ്റവും ഉത്തമമായതാണ് നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നീ ഏറ്റവും ഉത്തമമായതാണ് നീ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് നീ ഇത് അനുഭവിച്ചേ മതിയാവോ ഇതിൽ നിന്ന് നിനക്ക് പുറകോട്ട് പോകാൻ കഴിയില്ല സഹോദര കഴിയില്ല കാരണം എന്താണ് ഫലാ സദ്ദഖ വലാ സ്വല്ലാ വലാകിൻ കذب വതവല്ലാ നമസ്കാരം നടത്താത്തവൻ നമസ്കാരം നിലനിർത്താത്തവൻ നമസ്കാരത്തിന് വേണ്ടി സമയം കണ്ടെത്താത്തവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്യാത്തവൻ ഈ പറയുന്ന ആയത്തുകളും വാക്കുകളും കേട്ടിട്ട് തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തവനല്ലയോ നീ നിനക്ക് ഉത്തമമായ ശിക്ഷയാണ് നീ ഇപ്പോൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഫലാ സദ്ദഖ വലാ സ്വല്ലാ വലാകിൻ കذب വതവല്ലാ വലാകിൻ كذب وتولى ആയത്തുകൾ ഉലമാക്കൾ നിന്റെ ശ്രവണപുടത്തിലൂടെ ഓതി തന്നപ്പോ അത് പുച്ഛിച്ച് തള്ളിയവനല്ലേ നീ അത് വലിച്ചെറിഞ്ഞവനല്ലേ നീ പിന്തിരിഞ്ഞു പോയവനല്ലേ നീ ഖുർആന്റെ ഭാഷ്യം കേൾക്കാത്തവനല്ലേ ബാങ്കിന്റെ മധുരമായ മൊഴി പെറുക്കിയെടുക്കാത്തവനല്ലേ നമസ്കാരത്തിലേക്ക് വരാത്തവനല്ലേ സമ്പത്ത് കൊണ്ട് ഹറാമ് വേണ്ടി സമ്പാദിച്ചവനല്ലേ അതിന്റെ ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെക്കാത്തവനല്ലേ അതുകൊണ്ട് നിനക്ക് ഏറ്റവും ഉത്കൃഷ്ടമായ ശിക്ഷ തന്നെയാണ് അർഹമായ ശിക്ഷ തന്നെയാണ് നീ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ശേഷം അല്ലാഹു പറയുകയാണ് അയഹ്സബുൽ ഇൻസാൻ അയ്യുത്രക സുദാ മനുഷ്യ നിന്നെ വെറുതെ വിടപ്പെടുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ കോടികൾ കൊണ്ട് നിനക്ക് ഈ ദുനിയാവിൽ മന്ത്രിമാരെ സ്വാധീനിക്കാം പോലീസ് നേതാക്കന്മാരെ പോലീസ് നിയമപാലകരെ സ്വാധീനിക്കാം ഗുണ്ടായിസത്തിന് കൂട്ടുനിൽക്കാം ആരും നിന്നെ ഈ ദുനിയാവിൽ ചോദ്യം ചെയ്യാൻ വരികയില്ല കാരണം നിന്റെ പണത്തിന്റെയും നിന്റെ ശരീരത്തിന്റെയും പവറാണ് സഹോദര പക്ഷേ നിന്റെ ശരീരം ചേതനയറ്റ് പോകുമ്പോ നിന്റെ ഒരു ഞരമ്പ് തളർന്നു പോകുമ്പോ കൈകാലുകളുടെ സ്വാധീനം അല്ലാഹു എടുത്തു കളയുമ്പോ നിന്റെ 2 കിഡ്നിയും ഫെയിലായി പോയാൽ നിന്റെ ബ്ലോക്ക് അടഞ്ഞു പോയാൽ നീ ചേതനയറ്റ ശരീരത്തോടുകൂടിയല്ലയോ വാട്ടർ ബെഡിൽ ദിവസങ്ങളോളം തള്ളി നീക്കുന്നത് അല്ലാഹു ചോദിക്കുകയാണ് അയഹ്സബുൽ ഇൻസാൻ അയ്യുത്രക സുദാ